റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വന്യമൃഗങ്ങളുടെ രൂക്ഷമായ ശല്യം കാരണം നെഞ്ചിടിപ്പോടെ കഴിയുകയാണ് വിതുര ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി ഉന്നതികൾ. പൊടിയക്കാല മേഖലയിൽ കാട്ടുമൃഗശല്യം രൂക്ഷമാണ്. കാട്ടാനയും കാട്ടുപോത്തും പുലിയും കരടിയും വരെ മേഖലയിൽ നാശവും ഭീതിയും പടർത്തുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. വന്യമൃഗങ്ങളുടെ ശല്യം പതിവായതോടെ കൃഷിനാശം പല ഊരുകളിലും തുടർക്കഥയായി മാറിയിരിക്കുകയാണ്. എന്നിട്ടും പ്രതിരോധ മാർഗങ്ങൾ കാര്യക്ഷമമായി നടത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നാണ് ഉന്നതിയിലെ ജനങ്ങൾ പറയുന്നത്. ആ പ്രതികരണം ഒന്ന് കേൾക്കാം ആദ്യം നമുക്ക്. കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതായത് ആന, കാട്ടുപോത്ത്, ബ്ലാവ്, പന്നി, കുരങ്ങൻ, കരടി, അങ്ങനെ എന്ന് പറഞ്ഞാൽ വനത്തിലെ മൊത്തവും മൃഗങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ ഈ 72 കുടുംബങ്ങളെ വിളകളിൽ ഇറങ്ങിയിട്ട് എല്ലാ ആദായങ്ങളും മൊത്തവും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സുരക്ഷിതമാക്കാൻ വേണ്ടി വനവകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതുവരെയ്ക്കും ഒരു കാര്യവും ചെയ്തു തന്നിട്ടില്ല. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ കുട്ടികളെ പോലും നമുക്ക് വെച്ച് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ. അടിക്കാടുകൾ, ഈ കാട്ടുമൃഗങ്ങൾക്ക് കഴിക്കേണ്ട എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൻ്റെ നട വരെ വരാറുണ്ട്. ഇപ്പം 2 ദിവസം മുന്നേ ആന വീട്ടിൻ്റെ നടയിൽ വന്നാണ് തെങ്ങും വാഴയും മരിച്ചിനി എല്ലാം എടുത്തത്. അപ്പം പന്നി അതുപോലെ തന്നെ ഇന്നും രാവിലെയും പന്നി എടുത്ത് കണ്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. വാഴ മുഴുവൻ പന്നി എടുത്തിട്ടിരിക്കുകയാണ്. പക്ഷെ അതിന് ഞങ്ങൾക്ക് അനുമതി തരണില്ല. പക്ഷെ ഇവിടെയും ഞങ്ങൾക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾക്കിപ്പോൾ. ഒരു വർഷം കൊണ്ടും ഇത് ജീവിക്കാനും ഒരു മാർഗമില്ലാത്ത സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ എല്ലാം കൊണ്ടും ജീവിതം അങ്ങ് തീരെ പൊതിമുട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പം അപ്പം നമ്മളെ ജീവന് സ്വത്തിനും സർക്കാർ എന്തെങ്കിലും ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ. അരുൺ, ഇത് വല്ലാത്തൊരവസ്ഥയാണ് ആ മനുഷ്യരെ സംബന്ധിച്ച്. രാത്രി ആ ഊരിന് മുഴുവൻ ഉറങ്ങാൻ കഴിയില്ല, പകൽ സമയത്ത് പുറത്തിറങ്ങാൻ കഴിയില്ല, കുട്ടികൾക്കൊന്ന് സ്കൂളിൽ പോവാൻ കഴിയില്ല, ജീവിക്കാൻ രക്ഷയില്ലാത്തൊരവസ്ഥ. കാട്ടുപന്നി, കാട്ടാന, മറ്റു കാട്ടുമൃഗങ്ങൾ ഇവയെല്ലാം പേടിച്ച് എങ്ങനെയാണ് ആ മനുഷ്യർ ജീവിക്കുന്നത്? ഒരു ഊരാകെ എങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ യഥാർത്ഥത്തിൽ ആരാണ് അരുൺ? എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അരുണിന്? റോഷ്നി, 2ാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ തന്നെ നിരവധി തവണ ആദിവാസികളുടെ സംഘടനകൾ, നിരവധി തവണ വനം വകുപ്പിന് പല ആവർത്തി പരാതി നൽകി ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. പക്ഷേ ഇതുവരെയും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഇതുവരെയും ആ ജനതയെ തിരിഞ്ഞു നോക്കാനായിട്ട് ഇടയാക്കിയിട്ടില്ല എന്നുള്ളതാണ് അവർക്ക് ഏറെ സങ്കടകരം. കാരണം നിരവധി തവണ നിവേദനം നൽകിയിട്ടും അതിലൊന്നും തന്നെ നടപടി ഉണ്ടാകാതെ വന്നപ്പോൾ ആ ജനത ഇന്നിപ്പോൾ ഭയത്തോടുകൂടി കഴിയുകയാണ്. പൊടിയക്കാല എന്ന് പറയുന്ന ആ ഗ്രാമം, പ്രത്യേകിച്ചും വിതുര എന്ന് പറയുന്ന ഒരു മലയോര പ്രദേശമാണ്, വനമേഖല ഉൾപ്പെടുന്ന വലിയൊരു പഞ്ചായത്താണ്. അവിടെ പൊടിയക്കാല മാത്രമല്ല ഒട്ടനവധി സെറ്റിൽമെന്റുകളുണ്ട്. അവിടെ 12ഓളം വരുന്ന സെറ്റിൽമെന്റുകളിൽ പ്രധാനപ്പെട്ട ഒരു സെറ്റിൽമെന്റ് ആണ് ഈ പൊടിയക്കാല എന്ന് പറയുന്നത്. പക്ഷേ അവിടെ പോകാനായിട്ട് ഒരു സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു റോഡോ അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങളോ ഒരു നടപ്പാത പോലും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചിട്ട് പോലും കൃത്യമായിട്ട് ഇടപെടാത്ത ഒരു സർക്കാർ. അതിലുപരിയായിട്ട് ഇപ്പോൾ കഴിഞ്ഞ നാളിതുവരെയും കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമാകുന്നു. നമ്മൾ അവിടെ പോയപ്പോൾ കണ്ടത് അവർ വച്ചുപിടിപ്പിച്ച കൃഷി, അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷിയാണ്. തെങ്ങും കവുങ്ങും മഞ്ഞൾ അടക്കമുള്ള കൃഷി വ്യാപകമായിട്ട് കാട്ടാന രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കാട്ടാനയും കാട്ടുപന്നിയും നിരവധി തവണയായിട്ട് വന്ന് ഊരുകളിൽ വന്ന് നശിപ്പിക്കുന്ന ഒരു അവസ്ഥ. പലരും ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഊരെന്ന് പറയുന്നത് ഉന്നതിയാക്കി സംസ്ഥാന സർക്കാർ മാറ്റി. പക്ഷേ സംസ്ഥാന സർക്കാർ ഉന്നതി എന്ന് മാറ്റിയെങ്കിലും ആദിവാസി ജനതയ്ക്ക് ഉന്നതി എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ അർത്ഥതലത്തിലേക്ക് ജീവിതം ഇതുവരെയും വഴിമാറിയിട്ടില്ല എന്നുള്ളതാണ് അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായി ഉന്നയിക്കുന്നത്. കാരണം ഉന്നതി എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ആ തരത്തിലേക്ക് അവരുടെ ജീവിത നിലവാരം മാറണം. പക്ഷേ ഇപ്പോഴും രാത്രി കാലങ്ങളിൽ കാട്ടാന വന്നു കഴിഞ്ഞാൽ അവരുടെ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ പോലും ഒന്ന് കരയാൻ ഇടയാക്കാതെ വാ പൊത്തിപ്പിടിച്ച് ആ കുടുംബങ്ങൾ ആ വീടിനുള്ളിൽ നിശബ്ദമായിരിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പൊടിയക്കാല അടക്കമുള്ള ഗ്രാമങ്ങൾ മാറി. കാരണം ഒന്ന് കുഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ വീടിനെ ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് കാട്ടാനകൾ മുന്നോട്ട് വരുമെന്നുള്ള അവസ്ഥയാണ്. വീടിന് മുന്നിലുള്ള പ്ലാവ് വരെ പിഴുതെറിഞ്ഞു പോകുന്ന അവസ്ഥ. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഏറെ കാലമായിട്ട് പരിസ്ഥിതിവാദികൾ അടക്കമുള്ളവർ ഉന്നയിച്ച കാര്യം നമ്മൾ അവിടെ പോയപ്പോൾ കണ്ടതും ആ വനമേഖലയിൽ മുഴുവൻ വച്ചുപിടിപ്പിച്ചിരിക്കുന്ന മരങ്ങളിൽ 90% അൽക്കേഷ്യ മരമാണ്. ഇത് വനത്തിനുള്ളിലുള്ള നീരുറവകളെ നീരുറവകളെ നശിപ്പിക്കുന്ന തരത്തിലുള്ള മരങ്ങളാണ്. കാരണം കാട്ടിനുള്ളിലുള്ള മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫലപുഷ്ടി ഉള്ള അല്ലെങ്കിൽ ഫലങ്ങൾ നൽകുന്ന മരങ്ങൾ ഇന്നിപ്പോൾ കാട്ടിനുള്ളിൽ ഇല്ലാതെ വരുമ്പോഴാണ് കാട്ടാനയും കാട്ടുപന്നിയും കാട്ടുപോത്ത് അടക്കമുള്ളവർ ഈ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം ഈ
കാൽ നൂറ്റാണ്ടായി പേപ്പാറ ഡാമിൽ അധിവസിച്ചിരുന്ന ഈ കാണി സമുദായത്തിൽപ്പെട്ട ജനങ്ങളാണ് ഇന്നിപ്പോൾ പൊടിയക്കാല വിതുര ഗ്രാമപഞ്ചായത്തിൽ ജീവിച്ചു വരുന്നത്. കഴിഞ്ഞ 25 വർഷമായി ഇവർ അവിടെ നിന്ന് കുടിയിറക്കപ്പെട്ടിട്ട് അന്ന് കുടിയിറക്കിയപ്പോൾ സർക്കാർ പറഞ്ഞൊരു വാഗ്ദാനമുണ്ടായിരുന്നു, സുരക്ഷിതമായിട്ടുള്ള ഭവനം അവർക്ക് വച്ചു നൽകുന്നുള്ള. പക്ഷേ നാളിതുവരെയുമായിട്ട് ആ വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ കുടുംബങ്ങളിൽ കഴിയുന്നവരൊക്കെയും ഇന്നും മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല. അവർക്ക് ഒരു മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. കാരണം കാട്ടിനുള്ളിൽ പഠനമുറി ഉണ്ടെങ്കിൽ തന്നെയും ആ പഠനമുറിക്ക് ആവശ്യമായിട്ടുള്ള ഇന്ന് ആധുനികപരമായി കുട്ടികൾ സ്മാർട്ട് ഫോൺ അടക്കമുള്ളവർ വച്ച് പഠിക്കുമ്പോൾ വിതുര എന്ന് പറയുന്ന ആ നാട്ടിൽ ആ വനം മേഖലയിൽ ഇപ്പോഴും മൊബൈൽ ടവർ, അതായത് അതിന് റേഞ്ച് ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ട്. കുട്ടികളെ പലപ്പോഴും സ്കൂളിൽ വിട്ടാൽ പോലും മാതാപിതാക്കൾ ചങ്കിടുപ്പോടുകൂടി കഴിയേണ്ടുന്ന അവസ്ഥ. നല്ലൊരു നടപ്പാതയില്ല. ആകെ ആ മേഖലയിലേക്ക് പോകുന്നത് 3 KSRTC ബസ്സുകൾ. ആ KSRTC ബസ്സുകൾ പോലും ഓട്ടിക്കുന്ന ഡ്രൈവർമാർക്ക് പോലും ഭയപ്പാടുണ്ട്. കാരണം നല്ലൊരു നടപ്പാതയില്ല. കുണ്ടും കുഴിയും മഴക്കാലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയുക വേണ്ടാത്തൊരവസ്ഥ. നമ്മളവിടെ പോയപ്പോൾ പോലും നമ്മുടെ വാഹനത്തിന് പോലും കടന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. അവിടെ അടൂർ പ്രകാശ് MP മാത്രമാണ് 10 ലക്ഷം രൂപ മുടക്കി കുറച്ചു ഭാഗം കോൺക്രീറ്റ് നടപ്പാത ഇട്ടുവെങ്കിലും ഇതുവരെയും മറ്റ് നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. 2021 ഇന്നത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള GR അനിൽ അടക്കമുള്ളവർ ആ സ്ഥലത്തെത്തി ആ സ്ഥലം സന്ദർശിച്ചു. ഇതിനൊക്കെ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷെ അതിനൊന്നും തന്നെ ഇതുവരെയും നടപടി ഉണ്ടാകാത്ത ഒരു സാഹചര്യം മുന്നിലുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് മുഴുവൻ ആ ജനങ്ങൾ മുഴുവൻ ഇങ്ങനെ പേടിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒരു 10 ലക്ഷം രൂപ കൊണ്ട് എന്ത് സാധ്യമാവും എന്നുള്ളത് എല്ലാ മനുഷ്യർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ്. എന്താണ് ഒരു 10 ലക്ഷം രൂപ കൊണ്ട് ഒരു സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വികസനം അല്ലെങ്കിൽ ഒരു കാര്യക്ഷമമായ ഒരു പ്രവർത്തനം നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇപ്പൊ നമുക്കറിയാം എത്ര കാലമായി ഇതിന് കാര്യക്ഷമമായ ശാസ്ത്രീയമായ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് സർക്കാരാണല്ലോ. ഈ ചുള്ളിക്കമ്പെടുത്തും പടക്കം പൊട്ടിച്ചും പാട്ട കൊട്ടിയും ഒക്കെയാണ് ഇപ്പോഴും വന്യമൃഗങ്ങളെ നേരിടുന്നതെന്ന് പറയുമ്പോൾ അതെന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വൈദ്യുത വേലിയില്ല, കിടങ്ങ് നിർമ്മാണം, ഇതൊക്കെ കടലാസുകളിൽ ഒതുങ്ങുകയാണ്. ഇത് ഈ കേരളത്തിലെ വിതുര മേഖലയിൽപ്പെട്ട ഊരുകളുടെ മാത്രം സ്ഥിതിയല്ല. ഇതുപോലെ അപരിഷ്കൃതരായ മനുഷ്യർ ജീവിക്കുന്ന പല ഊരുകളും ഇതേ അവസ്ഥ നേരിടുന്നുണ്ട് കേരളത്തിൽ. നമുക്കറിയാം കണ്ണൂരിൽ ആറളം സമാനമായ രീതിയിലുള്ള പ്രശ്നം നേരിടുന്ന ഒരിടമാണ്. ഇത് വിതുരയിൽ ഇത്രയും ഊരുകൾ ഇങ്ങനെ കാലാകാലങ്ങളായി തന്നെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണല്ലോ അല്ലേ അരുൺ? തിരഞ്ഞെടുപ്പ് സമയം വന്നാൽ വോട്ടിന് വേണ്ടി മാത്രം ചെല്ലുന്ന നേതാക്കൾ, അതല്ലേ അവസ്ഥ? റോഷ്നി, സംശയം വേണ്ട. കാരണം ഈ ഉന്നതികളിലൊക്കെയും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും മെമ്പർമാരായാലും ഈ ഉന്നതികളിലൊക്കെയും കയറി ചെല്ലുന്നത്. ഇവിടെ റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ കാലാവർത്തിയായിട്ട് ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ആനക്കിടങ്ങുകൾ. പക്ഷെ ആനക്കിടങ്ങുകളൊക്കെയും തന്നെ മഴക്കാലമാകുമ്പോൾ മണ്ണിടിഞ്ഞു വീണ് മൂടിയ അവസ്ഥയിലാണ് നമ്മൾ അവിടെ പോയപ്പോൾ കണ്ടതൊക്കെയും. അതുകൊണ്ട് തന്നെ കാട്ടാന വളരെ വേഗത്തിൽ തന്നെ ഇവർ വസിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് വളരെ വേഗത്തിലെത്തുന്നു. ഇവർ വച്ചുപിടിപ്പിച്ചിരിക്കുന്ന കൃഷി വളരെ വ്യാപകമായിട്ട് നശിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. മറ്റൊന്ന് വൈദ്യുതി വേലികളാണ്. ആ വേലികളൊന്നും തന്നെ പ്രാവർത്തികമായിട്ടില്ല. ഈ രണ്ടു കാര്യങ്ങളും പലപ്പോഴായിട്ട് പേപ്പാറ റേഞ്ചിലുള്ള വനമേഖലയുള്ള ഓഫീസർമാരോട് നിരവധി തവണ പരാതി നൽകി. ഇതെങ്കിലും തങ്ങൾക്ക് അനുവദിച്ച് നൽകണം. ഈ രണ്ട് പ്രഖ്യാപനം അത് കടലാസിൽ ഒതുങ്ങിയാൽ പോരാ. ആനക്കിടങ്ങുകളും വൈദ്യുതി വേലിയും കൃത്യമായിട്ട് നടപ്പിലാക്കണമെന്ന് ആ ജനത ആവശ്യപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെയും ഇതിന് നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസം മുൻപ് വരെ അവിടെ കാട്ടാന വീടിന് അടുത്തുവരെ എത്തി. അവിടെ നിന്നും ഈ 3 തെങ്ങാണ് ഒരാളുടെ വീട്ടിൽ നിന്ന് ഉഴുത് മറിച്ചിട്ടിട്ട് പോയത്. ആ സ്ഥാനത്ത് ആരുടെയെങ്കിലും ശബ്ദം കേട്ടുമെങ്കിൽ ആ ആന വീടും ചവിട്ടി മെതിച്ചിട്ട് പോകും. കാരണം വലിയ ഒരു ആധുനിക സംവിധാനത്തിലൂടെ വെച്ചിട്ടുള്ള വീടുകളൊന്നുമല്ല. പലരും കുടിലുകളിലാണ് താമസിക്കുന്നത്. കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊന്നും തന്നെ കാട്ടിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഭയപ്പാടുണ്ട്. ഇപ്പോൾ റോഷ്നി അവർ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു കാര്യം, അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ഇപ്പോൾ തയ്യാറാണ്. കാരണം മറ്റൊരു സംവിധാനം ഇനി പേപ്പാറയിലോ അല്ലെങ്കിൽ പൊടിയക്കാലയിലോ ഈ സെറ്റിൽമെന്റുകളിൽ താമസിക്കാൻ തങ്ങൾ തയ്യാറല്ല. തങ്ങളുടെ കുട്ടികൾക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം വേണം, മെച്ചപ്പെട്ട വിദ്യാഭ്യാസം വേണം, അവരുടെ ജീവന് സ്വത്തിനും സുരക്ഷ വേണം. അതുകൊണ്ട് തന്നെ അവർക്ക് മെച്ചപ്പെട്ട ഒരു സ്ഥലം, ഒരു ഭവനം ഒരുക്കി നൽകണം. അവർ ഇറങ്ങി പോകാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഈ ഉന്നതികളിൽ താമസിക്കുന്ന 73 കുടുംബങ്ങളിലെയും ആ കുടുംബങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ പങ്കുവെക്കുന്നത്. റോഷ്നി.